Good morning. എൻ്റെ പേര് റിഫാന. ഞാൻ ചെറിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്, ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സ്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ട്യൂബർക്കുലോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്. ഇറ്റ് ഈസ് എ മേജർ ഹെൽത്ത് പ്രോബ്ലം ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞൊരു ഓർഗാനിസം കോസ് ചെയ്യുന്നൊരു ഗ്രാനുലോമാറ്റസ് ഡിസീസ് ആണ് ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ട്യൂബർക്കുലോസിസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നാഷണൽ പ്രോഗ്രാമാണ് RNTCP. RNTCP means Revised National Tuberculosis Control Program. ഈ RNTCPന്റെ ഗോൾ എന്ന് വെച്ചാൽ അതായത് പ്രൊവൈഡ് ഫ്രീ ട്രീറ്റ്മെന്റ് ടു ഓൾ TB പേഷ്യൻസ്. അതാണ് ഈ RNTCPയുടെ മേജർ ഗോൾ. ആൻഡ് RNTCP ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 1997 ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഹാവ് ബീൻ ഫർദർ റിവൈസ്ഡ് ഇൻ 2010. So here RNTCP launched the year that is important, and then the causative organism of TB, that is Mycobacterium tuberculosis. Then next, so coming to the classification of anti-TB drugs, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും ഉണ്ട്, സെക്കൻഡ് ലൈൻ ഡ്രഗ്സും. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് എന്ന് വെച്ചാൽ ദീസ് ഹാവ് ഹൈ ആൻറ്റി ട്യൂബർക്കുലർ എഫിക്കസി ആസ് വെൽ ആസ് ലോ ടോക്സിസിറ്റി. അതായത് ആൻറ്റി TB എഫിക്കസി കൂടുതലാണ്, അതുപോലെ തന്നെ ടോക്സിസിറ്റി റേറ്റ് വളരെ കുറവാണ്. അത് അപേക്ഷിച്ച് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആണെങ്കിലോ അതിന് ലോ ആൻറ്റി ട്യൂബർക്കുലർ എഫിക്കസി ആൻഡ് ഹയർ ടോക്സിസിറ്റി. അതായത് ടോക്സിസിറ്റി കൂടുതലായിട്ടുള്ള ഡ്രഗ്സിനെ നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പം ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് എഫക്റ്റീവ് അല്ലാത്ത കേസിൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഐസോനിയാസിഡ്, റിഫാംപിൻ, പൈറസിനമൈഡ്, എത്താംബ്യൂട്ടോൾ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ. ഇതിൽ സ്ട്രെപ്റ്റോമൈസിൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഓറലി ആക്റ്റീവ് ആണ്. സ്ട്രെപ്റ്റോമൈസിൻ മാത്രം ഓറലി ഇനാക്റ്റീവ് ആണ്, ബിക്കോസ് സ്ട്രെപ്റ്റോമൈസിൻ is not absorbed from oral route because it is in ionized form. അതായത് അയോണൈസ്ഡ് ഫോമിലാണ് സ്ട്രെപ്റ്റോമൈസിൻ ഉണ്ടാവുക ഓറലി. അപ്പം അയോണൈസ്ഡ് ഡ്രഗ്സ് ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. വി നോ ദാറ്റ് ഓൺലി അൺഅയോണൈസ്ഡ് ഡ്രഗ്സ് ആർ ഈസിലി അബ്സോർബ്ഡ്. സോ സ്ട്രെപ്റ്റോമൈസിൻ നമ്മൾ എപ്പോഴും പാരൻട്രലി ആണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇഞ്ചെക്റ്റബിൾ ആൻറ്റി TB ഡ്രഗ്. ദെൻ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിലോട്ട് വരുമ്പോൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഫ്ലൂറോക്വിനോളോൺസ്, that is ofloxacin, levofloxacin, moxifloxacin and ciprofloxacin. Then coming to other oral drugs, ethionamide, prothionamide, cycloserine, terazidone, para-aminosalicylic acid, rifabutin, thiacetasone. Then injectable drugs, kanamycin, amikacin, capreomycin. So injectable drugs നോക്കിയറിയാം, these are aminoglycoside. Aminoglycoside ക്ലാസ്സിൽ വരുന്ന ഡ്രഗ്സ് ആണ് kanamycin, amikacin, capreomycin ഒക്കെ. Okay, then coming to isoniazid. So isoniazid ആണ് ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ്. So it is the also called as isonicotinonic acid hydroside, that is INH. INH എന്നുള്ള ഷോർട്ട് ഫോമിലും isoniazid നമുക്ക് പറയാം. So isoniazid it is primarily a tuberculosidal. സിഡൽ എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത്. അതായത് ട്യൂബർക്കുലർ ബാക്ടീരിയനെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈനെ കില്ല് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുക. So it is a tuberculosidal. Then it acts on extracellular as well as on intracellular bacilli. That is both extracellular and intracellular. അതായത് സെല്ലിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ളതും ഔട്ട്സൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഈ ഐസോനിയാസിഡിനുണ്ട്. സോ ഈ സെല്ല് എന്ന് വെച്ചാൽ ഇതാണ് മാക്രോഫേജസ്. ദാറ്റ് ഈസ് ബേസിലി പ്രസന്റ് ഇൻസൈഡ് മാക്രോഫേജസ് ആൻഡ് ഔട്ട്സൈഡ് ദ മാക്രോഫേജ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വലി ആക്റ്റീവ് ഇൻ അസിഡിക് ഓർ ആൽക്കലൈൻ മീഡിയം. Then the mechanism of action is inhibition of synthesis of mycolic acid. So what's mycolic acid? Mycolic acid എന്ന് വെച്ചാൽ സെൽ വാളിൽ ഒരു കമ്പോണൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈ മൈക്കോബാക്ടീരിയത്തിൻ്റെ സെൽ വാളിൻ്റെ കമ്പോണൻ്റ് ആണ് മൈക്കോളിക് ആസിഡ്. ഈ മൈക്കോളിക് ആസിഡിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്, ഈ മേജറായിട്ട് ഇൻഹിബിഷനാണ് ഐസോനിയാസിഡിൻ്റെ ആക്ഷൻ. The two gene product labeled INHA and Cas-A which functions in mycolic acid synthesis are the target of INH action. സോ മൈക്കോളിക് ആസിഡ് സിന്തസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ജീൻസ് ആണ് INHAയും Cas-Aയും. അപ്പോൾ ഈ രണ്ട് ജീൻസ് ആണ് INHന്റെ മെയിൻ ടാർഗറ്റ്. സോ ഈ ഐസോനിയാസിഡ് എന്ന് വെച്ചാൽ ഒരു ഇനാക്റ്റീവ് ഫോമിലാണ്. അത് മൈക്കോബാക്ടീരിയത്തിൻ്റെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് അത് ആക്റ്റീവ് ആയിട്ടുള്ള ദറ്റ് ഈസ് റിയാക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ദ എൻസൈം കാറ്റലൈസ് പെറോക്സിഡൈസ് എൻസൈം. ഈ എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഐസോനിയാസിഡ് ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റബോളൈറ്റ് NADPH ആയിട്ട് ഒരു അഡക്റ്റ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ദിസ് റിയാക്റ്റീവ് INH മെറ്റബോളൈറ്റ് ഫോംസ് എൻ അഡക്റ്റ് വിത്ത് NADP that inhibit INHA and Cas-A
as well as it inhibit mycobacterial dihydrofolate reductase resulting in interruption of DNA synthesis. അപ്പം ഇവിടെ മെയിനായിട്ട് എന്താണ് DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്കോബാക്ടീരിയത്തിൻ്റെ സെൽ വാളിലെ ജീൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള INH-നെയും കാസേനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈ INH റിയാക്റ്റീവ് മെറ്റബോളൈറ്റ്, INH-ന്റെ റിയാക്റ്റീവ് മെറ്റബോളൈറ്റ് NADP ആയിട്ടൊരു അഡക്റ്റ് ഫോം ചെയ്തിട്ട് ഈ സെൽ വാളിലെ ജീൻസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ മൈക്കോളിക് ആസിഡിന്റെ സിന്തസിസും ഇൻഹിബിറ്റ് ആവും. സോ ദെൻ കമ്മിങ് ടു ദ ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് ഐസോനിയാസിഡ്. ഐസോനിയാസിഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറലി ആണ് അബ്സോർബ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് effective orally and it is metabolized by acetylation. So that's an important point, metabolism. That is acetylation വഴിയാണ് ഐസോനിയാസിഡിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. And it also causes peripheral neuritis that can be prevented by treating with pyridoxine. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഐസോനിയാസിഡിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് പെരിഫറൽ ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ ന്യൂറോടോക്സിസിറ്റി എന്ന് പറയാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് pyridoxine. pyridoxine is vitamin B6. അപ്പം ഐസോനിയാസിഡ് നമ്മൾ ഒരു പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം അതിനെ കൂടെ തന്നെ pyridoxine കൂടി കൊടുക്കും കോമ്പിനേഷൻ ചെയ്ത്, ബിക്കോസ് ടു പ്രിവെൻറ്റ് പെരിഫറൽ ന്യൂറൈറ്റിസ്. Then isoniazid is also hepatotoxic and can cause hemolysis in G6PD deficient patient. അപ്പം ഇത് ഹെപ്പറ്റോടോക്സിക്കും കൂടിയാണ്. സോ ഇറ്റ് കോസ് ഹീമോലൈസിസ് ഇൻ G6PD deficient patients. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ all the first line drugs except streptomycin and ethambutol are hepatotoxic. അതായത് സ്ട്രെപ്റ്റോമൈസിനും എത്താംബ്യൂട്ടോളും അല്ലാത്ത ബാക്കി എല്ലാ ഡ്രഗ്സും, അതായത് ഐസോനിയാസിഡ്, റിഫാംബിസിൻ, pyrazinamide, these drugs are hepatotoxic. Then isoniazid is a drug of choice for prophylaxis of tuberculosis. TB-ന്റെ പ്രൊഫൈലാക്സിസിന് നമുക്ക് ഐസോനിയാസിഡിനെ യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് കമ്മിങ് ടു റിഫാംബിസിൻ. അപ്പം റിഫാംബിസിൻ എന്ന് പറയുന്ന ഒരു സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ്. സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ഓഫ് റിഫാമൈസിൻ ബി വിച്ച് ഇസ് ഒബ്റ്റെയിൻ ഫ്രം സ്ട്രെപ്റ്റോമൈസിസ് മെഡിറ്ററേനി. സ്ട്രെപ്റ്റോമൈസിസ് മെഡിറ്ററേനി എന്ന് പറഞ്ഞൊരു ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന അതാണ് റിഫാമൈസിൻ ബി. ഈ റിഫാമൈസിന്റെ ഒരു സെമിസിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ് റിഫാംപിസിൻ. ആൻഡ് ദിസ് റിഫാംപിസിൻ ഈസ് ബാക്ടീരിയസിഡൽ, ദാറ്റ് ഈസ് ഇറ്റ് കിൽസ് ദ ബാക്ടീരിയ. Then it can act both extra and intracellular organisms. അതായത് എക്സ്ട്രാ സെല്ലുലർ ആൻഡ് ഇൻട്രാസെല്ലുലർ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യും. ദെൻ റിഫാംപിസിൻ ഇൻട്രപ്റ്റ് RNA സിന്തസിസ്. അതായത് റിഫാംപിസിൻ മെയിൻലി ഈ അത് ആലോചിച്ചാൽ മതി, RNA-നാണ് റിഫാംപിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. RNA സിന്തസിസിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻഹിബിറ്റ് DNA dependent RNA polymerase. That is by binding to beta subunit of mycobacterial DNA dependent RNA polymerase. അപ്പോൾ അത് ഓപ്ഷൻസ് വരുമ്പോൾ തിരിച്ചൊക്കെ കൊടുക്കാം. ദാറ്റ് ഈസ് RNA dependent DNA polymerase അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. പക്ഷേ മെയിനായിട്ട് റിഫാംബിസിൻ ദാറ്റ് ഈസ് RNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ദ എൻസൈം ഈസ് DNA dependent RNA polymerase enzyme. Okay. Then coming to adverse reaction, it causes hepatotoxicity, flu syndrome, that is fever, chills, etc. Then cutaneous syndrome, it includes itching, pruritus. Then abdominal syndrome, that is nausea, vomiting. Then respiratory syndrome, breathing, that is breathing difficulty. Then urine and other secretions can become orange red in color. These are the adverse effects of rifampicin. The next, coming to ethambutol. Ethambutol, it is the only bacteriostatic first line agent. First line drugs ബാക്കിയെല്ലാം bactericidal ആണ്. But ethambutol is bacteriostatic. Bacteriostatic means it inhibits the bacteria. അതായത് kill ചെയ്യുന്നില്ല, it only inhibits the bacteria. Then mechanism of action is it inhibits arabinosyl transferase, which is encoded by MBAB genes, which is involved in arabinogalactan synthesis, thereby interfering with mycolic acid incorporation in മൈക്കോബാക്ടീരിയൽ സെൽ വാൾ. അതായത് മൈക്കോലിക് ആസിഡിൻ്റെ സെൽ വാളിലേക്കുള്ള ഇൻകോർപ്പറേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെ? അറാബിനോസിൽ ട്രാൻസ്ഫറേസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട്. അതായത് ഈ അറാബിനോസിൽ ട്രാൻസ്ഫറേസ് എൻസൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ അറാബിനോഗാലക്ടാൻ സിന്തസിസ്. ഓക്കെ. സോ എത്താംബ്യൂട്ടോളിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇൻഹിബിറ്റ് അറാബിനോസിൽ ട്രാൻസ്ഫറേസ് എൻസൈം. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ലോസ് ഓഫ് വിഷ്വൽ അക്യൂറ്റി ഓർ കളർ വിഷൻ, field defect due to optic neuritis, which is the most important dose and duration of therapy dependent toxicity. അതായത് loss of visual acuity and optic neuritis. Optic neuritis ആണ് ഇതിൻ്റെ ഒരു മെയിൻ adverse effect. Then hyperuricemia,
Then this drug is safer during pregnancy. And ethambutol is used in MAC infection. MAC means Mycobacterium avium complex infection. Then it does not causes hepatotoxicity. So next, coming to pyrazinamide. Pyrazinamide, it is bactericidal, that is, it kills the bacteria. And pyrazinamide, the mechanism of action is isoniazid similar, that is, it is converted into an active metabolite, that is pyrazinoic acid. അതായത് സെല്ലിൻ്റെ അകത്തെത്തുമ്പോൾ മൈക്കോബാക്ടീരിയൽ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് മാറും, that is pyrazinoic acid by the enzyme pyrazinamidase, which is encoded by PNCA gene. Then these metabolites, that is pyrazinoic acid, which is accumulated in acidic medium, so it inhibits the mycolic acid synthesis. അപ്പോൾ ഇതാണ് mechanism of action. പിന്നെ ഇതിൻ്റെ ഒരു adverse effect ആണ് hepatotoxic ആണ്. It also causes hyperuricemia, so gout can occur. അപ്പം എത്താംബ്യൂട്ടോളും hyperuricemia അതിൻ്റെ ഒരു adverse effect ആണ്, ബട്ട് hyperuricemia കൂടുതലായിട്ട് കാണിക്കുന്നത് pyrazinamide ആണ്. സോ ഗൗട്ട് കോസിങ് ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് pyrazinamide ആണ്. So then next, coming to next drug, that is streptomycin. Streptomycin, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൺലി പാരൻട്രലി കൊടുക്കുന്ന ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോമൈസിൻ ആണ്. ബാക്കി എല്ലാ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും നമ്മൾ ഓറലി കൊടുക്കും. ബട്ട് സ്ട്രെപ്റ്റോമൈസിൻ മാത്രം എന്താണ്, ഓറലി അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാരൻട്രലി ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ സ്ട്രെപ്റ്റോമൈസിൻ അത് അമിനോഗ്ലൈക്കോസൈഡ് ക്ലാസ്സിൽ വരുന്ന ഒരു ഡ്രഗാണ്. ദെൻ ഇറ്റ് ആക്ട് ഓൺലി ഓൺ എക്സ്ട്രാ സെല്ലുലാർ ബേസിലൈൻ. അപ്പം ഇത് എക്സ്ട്രാ സെല്ലുലാർ ബേസിലൈൻ മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ബാക്ടീരിയസിഡൽ. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 30S റൈബോസോമിൽ ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് ഓട്ടോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി, ആൻഡ് ഇറ്റ് ഈസ് നോൺ ഹെപ്പറ്റോടോക്സിക്. ഹെപ്പറ്റോടോക്സിസിറ്റി അല്ല, നെഫ്രോടോക്സിസിറ്റി മാത്രമേ ഉള്ളൂ. Then all the first line drugs except streptomycin can be safely used in pregnancy. അതായത് സ്ട്രെപ്റ്റോമൈസിൻ വെച്ച് ബാക്കി എല്ലാ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും നമുക്ക് പ്രഗ്നൻസിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യാം. ബട്ട് സ്ട്രെപ്റ്റോമൈസിൻ എന്താണ്, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി, ദാറ്റ് ഈസ് ഇറ്റ് കോസസ് ഫീറ്റൽ ഓട്ടോടോക്സിസിറ്റി. ഓക്കെ, ഇത് ഓട്ടോടോക്സിസിറ്റി എന്ന് പറയുന്നത് ഇയറായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, എ പേഴ്സൺ ഓൺ ആൻറ്റി-TB ഡ്രഗ് ഈസ് കംപ്ലൈൻറ്റഡ് അബൌട്ട് ഡെഫ്നെസ് ആൻഡ് ടിനിറ്റസ് ഓൺ 1 year. അപ്പം അത് ഏത് ഡ്രഗ് കാരണമാണ്, ഏത് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ സ്ട്രെപ്റ്റോമൈസിൻ ആണ് ആൻസർ. ബിക്കോസ് സ്ട്രെപ്റ്റോമൈസിൻ ആണ് ഓട്ടോടോക്സിസിറ്റി കോസ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ കോസ് ഡെഫ്നെസ് ആൻഡ് ടിനിറ്റസ് ഇൻ എയർ. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേ.